കാടായാലും മഞ്ഞുമൂടിയ നദിയായാലും ചതുപ്പുനിലമായാലും എവിടെയായാലും പോകാൻ ഈ തിഞ്ച ഈ നാൾ റെഡിയാണ്. 31 മൈൽ സ്പീഡിൽ ഏത് വഴിയും ഇതിന് വെറും കളി. സ്കേറ്റ് ബോർഡ് ഇഷ്ടമാണോ? പക്ഷേ ചുറ്റും മുഴുവൻ എസ് ആണോ? വിഷമിക്കണ്ട, ഈ ഗാഡ്ജറ്റ് എസിലും അനായാസം സഞ്ചരിക്കും. ഇത് കണ്ടാൽ സൂപ്പർ മാരിയോ കാർട്ട് അധികം കഴിച്ചവരുടെ സ്വപ്നം യാഥാർത്ഥ്യമായതുപോലെ തോന്നും. 600 ഹോഴ്സ് പവർ എഞ്ചിനുള്ള പ്രോജക്റ്റ് ക്വാന്ത 6 റോഡിൽ ഇറങ്ങിയാൽ എല്ലാവരും തിരിഞ്ഞു നോക്കും. സർഫിംഗ് ഫാൻസ് ശ്രദ്ധിക്കൂ, ഇനി വലിയ ബോട്ട് വാടകയ്ക്ക് വേണ്ട. ഈ ചെറിയ ഉപകരണം മതി. വീട്ടിൽ പൂൾ ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെയും വളർത്തുമൃഗങ്ങളെയും കുറിച്ച് എപ്പോഴും ടെൻഷൻ ഉണ്ടാകും. അതിന് പരിഹാരമാണ് പൂൾ അലേർട്ട്. ക്യാമറ ഉപയോഗിച്ച് അപകടസാധ്യത കണ്ടെത്തിയാൽ ഉടൻ തന്നെ നിങ്ങളെ അറിയിക്കും. ജെയിംസ് ബോണ്ടിന്റെ കാർ പോലും ഇതിന്റെ മുന്നിൽ ഒന്നുമല്ല. ഒരു ബട്ടൺ അമർത്തിയാൽ ഈ വാഹനം നേരെ ബോട്ടായി മാറും. ഇബിയുരാനെ തോൽപ്പിക്കണമെങ്കിൽ ഈ അണ്ടർ വാട്ടർ സ്കൂട്ടർ മതി. കൊടുങ്കാറ്റിനെ നേരിടാൻ സാധാരണ വാഹനം പോരാ. ഡൊമിനേറ്റർ 3 പോലൊരു ശക്തനായ വാഹനം വേണം. കാറ്റും മഴയും വന്നാലും ഈ വാഹനത്തിന്റെ കരുത്ത് കണ്ടാൽ ആരും അത്ഭുതപ്പെടും. ഈ വട്ട് ഷെൽട്ടറുകൾ കണ്ടാൽ സയൻസ് ഫിക്ഷൻ സിനിമകൾ ഓർമ്മ വരും. പക്ഷേ ഇവിടെ യുദ്ധത്തിനല്ല, വിശ്രമിക്കാനാണ്. സ്ട്രോക്കിന് ശേഷം കൈ വീണ്ടും പ്രവർത്തിപ്പിക്കാൻ സഹായിക്കുന്ന ഈ റോബോട്ടിക് കൈ ടെക്നോളജിയുടെ മികച്ച ഉദാഹരണമാണ്. ഇത് സാധാരണ റോബോട്ട് അല്ല, നിങ്ങളുടെ ഇലക്ട്രിക് കാർ സ്വയം ചാർജ് ചെയ്യുന്ന ഒരു സ്മാർട്ട് സഹായി കൂടിയാണ്. ഇനി അടുക്കളയിൽ ഷെഫ് വേണ്ട, റെസിപ്പി തിരഞ്ഞെടുക്കൂ, സാധനങ്ങൾ ഇടൂ, ബാക്കി ഈ റോബോട്ട് നോക്കും. ഭക്ഷണം തയ്യാറാക്കിയ ശേഷം പാത്രം പോലും സ്വയം കഴുകും. നഗരത്തിൽ കൃഷി ചെയ്യാൻ സ്ഥലമില്ലെന്ന് പറഞ്ഞവർ ഇത് കണ്ടാൽ അഭിപ്രായം മാറ്റും. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഈ തോട്ടം പ്രകൃതിയെയും നഗരത്തെയും ഒരുമിച്ച് മനോഹരമാക്കുന്നു.